എൻ്റെ എല്ലാ ദിവസവും തുടങ്ങുന്നതും തീരുന്നതും ഒരു കവിൾ ചൂടുവെള്ളത്തിലാട്ടോ. രാവിലെ എണീറ്റ് വന്നൊരു ജ്യൂസ് ഭയങ്കര റിച്ചായിട്ട് ഉണ്ടാക്കി കുടിക്കുക, അല്ലെങ്കിൽ ചായ, ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല. അപ്പോൾ എന്ത് സാധനം ആണെങ്കിലും ശരി, എത്ര ഡീറ്റോക്സ് ഡ്രിങ്ക് ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, രാവിലെ ഒരു കവിൾ ചൂടുവെള്ളത്തിൽ തുടങ്ങും. അതിനുശേഷമായിരിക്കും ഒരു കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു നുള്ളു മഞ്ഞളിടും, കുറച്ച് പെപ്പർ പൊടിയിടും, കുറച്ച് നെയ്യും ഇടും. എന്നിട്ടത് മിക്സ് ചെയ്ത് ഒരല്പം നേരം അടച്ചു വയ്ക്കും. എൻ്റെ കയ്യിൽ പെപ്പർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇന്ന് ഞാൻ പെപ്പർ യൂസ് ചെയ്തിരുന്നില്ല. എല്ലാ സാധനങ്ങളും ഒരാഴ്ചയെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുള്ളൂ. ഈ ടെർമറിക് വാട്ടർ ഒരാഴ്ചത്തേക്ക് ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് വീക്ക് വേറെ സാധനമായിരിക്കും ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ അടച്ചു വെച്ചേക്കാണ് കുറച്ച് നേരം ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഞാൻ തണുത്ത വെള്ളത്തിലൊന്ന് മുങ്ങി നിവർന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് തൈര് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിലും കഴുത്തിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്തിടും. പിന്നെ അതിനുശേഷം നമ്മൾ അടുക്കളയിലേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് ഉപ്പുമാവാണ്. അതിനായിട്ട് നമ്മുടെ ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാവും. ഇന്ന് കുറച്ച് റിച്ച് ആയിട്ടുള്ള ഉപ്പുമാവാട്ടെന്ന് വെച്ചിട്ട് കുറച്ച് ആൽമണ്ട്സും കുറച്ച് മുന്തിരി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും ശരി 10 മണിക്ക് മുമ്പ് എൻ്റെ പണി തീരണം. ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ വർക്കുകളൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ആ രീതിയിൽ മാനേജ് ചെയ്തിട്ടായിരിക്കും ഓരോ പരിപാടിയും ചെയ്യുക. ഇത് ഉപ്പുമാവ് ഉണ്ടാക്കിയതിന് ശേഷം എൻ്റെ ടെസ്റ്റർ എൻ്റെ ഗണപതിക്കാണ് ആദ്യം കൊടുത്തത്. അദ്ദേഹം ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. ആശാന് ഫുഡ് കൊടുത്തതിന് ശേഷം എൻ്റെ പെൻഡിങ് വർക്കുകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി ഓടി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഈ തേങ്ങ പൊട്ടിക്കുന്നത്. തേങ്ങ പൊട്ടിക്കുമ്പോഴത്തേക്കും കറക്റ്റൊന്നും ആവില്ല, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ആ വെള്ളം ഞാൻ മിസ്സാക്കാറില്ല. അതുകൊണ്ട് രാവിലെ കൈയോടെ ആ വെള്ളവും കുടിച്ച് തേങ്ങയൊക്കെ തിരുമ്മി വെച്ച് റെഡിയാക്കിയിട്ട് ഞാൻ വർക്ക് ചെയ്യാനായിട്ട് കയറും. അപ്പോൾ അതൊരു ഓട്ടമാണ്. 10 മണിക്ക് മുമ്പെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറും. ഇനി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് വളരെ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ അപ്പോഴാണ് ആലോചിക്കുന്നത്, നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ചാർജർ ഉണ്ടാവില്ല, വെള്ളം എടുത്തിട്ടില്ല, കണ്ണാടി എടുത്തിട്ടില്ല, നമ്മുടെ നോട്ട് പാഡ് എടുത്തിട്ടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. ഇതൊന്നും ഒന്നിച്ചോർക്കുകയില്ല. ഓരോ തവണ ഇങ്ങനെ വന്നും പോയി ഇരുന്നിട്ട് അവസാനം ആ സീറ്റിലൊന്ന് ഉറച്ചിരിക്കുമ്പോഴത്തേക്കും 10 ആയിട്ടുണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തലയിൽ ഒരു പാക്കും ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളായി തലയിൽ എന്തെങ്കിലും ഒരു പാക്ക് ഇടണമെന്ന് വിചാരിച്ചിട്ട് നടക്കാറില്ല. അതും കൂടി ഇട്ടിട്ട് ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും എണീറ്റ് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരണം എന്നൊക്കെയാണ് പ്ലാൻ. ഇവിടെ ഈ സീറ്റിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് പാഡിൽ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കും. പല പരിപാടികൾ ചെയ്യുന്നത് കൊണ്ട്, പല വർക്ക് ഉള്ളത് കൊണ്ട് പലതും മിസ്സായി പോകും. അതുകൊണ്ട് ഓരോ സാധനങ്ങളും ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് വെട്ടിക്കളയുമ്പോൾ ഒരു ഭയങ്കര ഒരു സുഖമുണ്ട്. ഇതെനിക്ക് പഴയ കമ്പനിയിലുള്ള ഒരു നോട്ട് പാഡാണ്. ഞാനൊരു നൊസ്റ്റൂൺ എടുത്ത് വെച്ചേക്കുന്നതാണ്.